ഇന്ന് നമുക്ക് മസാല കപ്പലണ്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഇത് ഞാനല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ പപ്പയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ പാത്രമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. ഓൾറെഡി ഒരു ട്രിപ്പ് നമ്മൾ ഉണ്ടാക്കി. അപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് ആ പാത്രത്തിൽ തന്നെ നമ്മൾ ഒന്നുകൂടെ ഉണ്ടാക്കുന്നത്. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പെരുംജീരകവും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനൊപ്പം 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇനി കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 കൈപ്പിടി കടലമാവും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇത് കുഴച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അധികം നേരം ഒന്നും വെക്കുകയോ അങ്ങനെയൊന്നും വേണ്ട. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ നമ്മൾ ഓൾറെഡി ഒരു ട്രിപ്പ് ഉണ്ടാക്കിയെന്ന്. അതിൻ്റെ എണ്ണ ഇപ്പോഴും ചൂടായി തന്നെ കിടക്കുകയാണ്. അതിലേക്ക് നമുക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന മിക്സ് എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ചിലപ്പോൾ ഇത് കട്ട കെട്ടിയെടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സ്പൂൺ വെച്ചിട്ട് തന്നെ ഉടനെ തന്നെ ഇത് കുത്തി അതിൻ്റെ കട്ടയൊക്കെ ഇല്ലാതാക്കി നമ്മൾ സെപ്പറേറ്റ് ആക്കി അതിൽ നിന്ന് വൺ ബൈ വൺ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കിടക്കുന്ന രീതിയിൽ നമ്മൾ എടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് വറുത്ത് കോരി നമ്മൾ എടുക്കണം. ഇനി ഈ വറുത്ത് കോരിയ മിക്സിലേക്ക് നമുക്ക് കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ കരിയാപ്പില നമ്മൾ ഈ തിളച്ച എണ്ണയിലേക്ക് ഒരുപാട് ഇട്ട് കൊടുക്കുമ്പോഴത്തേന് ഇത് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും. അപ്പം നമ്മൾ അത് സൂക്ഷിക്കണം. ഈ കരിയാപ്പില നമുക്ക് മസാല കപ്പലണ്ടിയുടെ പുറത്തോട്ട് നമുക്ക് വാരി വിതറി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് വെക്കുമ്പോഴത്തേക്കും നമുക്ക് മസാല കപ്പലണ്ടി റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിക്കാൻ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണേ.